Rhino, കോട്ടയത്ത് എന്തായാലും പുതിയൊരു പ്രശ്നം ഉടലെടുത്തിട്ടുണ്ട്. സീറ്റ് വിഭജനം വലിയ പ്രശ്നമായിരുന്നു. അതിനുശേഷം സ്ഥാനാർത്ഥിത്വം വലിയ പ്രശ്നമായിരുന്നു. ഇതിനൊക്കെ ശേഷം ഈ സ്ഥാനാർത്ഥി തർക്കമൊക്കെ പരിഹരിച്ചതിന് ശേഷം പുതിയൊരു തലവേദനയായി കേരള കോൺഗ്രസിന് മാറിയിട്ടുള്ളത് അവിടെ ഒരു വിമതൻ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ജോർജ് ജോസഫ് മരങ്ങോലി അവിടുത്തെ INTUC നേതാവാണ്. അദ്ദേഹത്തിന് വലിയൊരു പ്രതിഷേധമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇവരോടൊന്നും ആലോചിക്കാതെയാണെന്ന് സ്ഥാനാർത്ഥിയായി. കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയം UDFനെ കുറച്ചൊന്നുമല്ല പ്രചരണ രംഗത്ത് പിന്നിലാക്കിയത്. പ്രശ്നങ്ങൾ ഒരു വിധത്തിൽ പരിഹരിച്ചു വരുമ്പോഴാണ് തലവേദനയായി വിമതനും എത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ മുൻ മണ്ഡലം സെക്രട്ടറിയും കടുത്തുരുത്തിയിലെ INTUC ഭാരവാഹിയുമായ ജോർജ് ജോസഫ് മരങ്ങോലിയാണ് വിമതനായി അവതരിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളാണ് ജോർജ് ജോസഫിനെ ചൊടിപ്പിച്ചത്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ട അപാകതകൾ, അത് പല മേഖലയിലുള്ള പൊതുജനങ്ങളുടെ വികാരങ്ങളാണ് ഞാനിപ്പോൾ പ്രതിഫലിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്. 35 വർഷത്തെ പൊതുപ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത ജനകീയത വോട്ടായി മാറുമെന്നാണ് ജോസഫ് പറയുന്നത്. ഒപ്പം തോമസ് ചാഴിക്കാടനോട് എതിർപ്പുള്ളവരുടെ വോട്ടുകളും ജോർജ് ജോസഫ് ലക്ഷ്യമിടുന്നുണ്ട്. കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ ജോർജ് ജോസഫിന്റെ വിമത നീക്കത്തിന് പിന്നിലുണ്ടെന്നാണ് സൂചന. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.